കൗൺസിലർ എന്നുള്ള നിലയിലുള്ള അവരുടെ രംഗപ്രവേശം ഗംഭീരമായി. ഔദ്യോഗിക ജീവിതത്തിലുടനീളം അവർ പുലർത്തിയിരുന്ന തികഞ്ഞ മനുഷ്യവിരുദ്ധ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പം തന്നെ ശാസ്തമംഗലത്തുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കഴിയുന്നത്ര വേഗതയിൽ തന്നെ അവരാ തെറ്റ് തിരുത്തുമെന്ന ജനങ്ങൾ തെറ്റ് തിരുത്തുമെന്ന എൻ്റെ വിശ്വാസം. ഇത്രയേറെ അഹങ്കാരം ആർക്കും പാടില്ല, ഒരുത്തർക്കും പാടില്ല. അവർ ജനപ്രതിനിധിയാണെന്നുള്ള കാര്യം പോലും വിസ്മരിച്ചു പോയി. 7 വർഷമായിട്ട് ആ മണ്ഡലത്തിൻ്റെ MLA നിയമാനുസൃതമായിട്ട് അന്നത്തെ നഗരസഭയുടെ കൗൺസിൽ തീരുമാനത്തിനടിസ്ഥാനത്തിൽ വാടകയ്ക്കെടുത്ത കരാറ് വെച്ച് വാടകയ്ക്കെടുത്ത ഒരു ഓഫീസ് മന്ദിരം അങ്ങ് ഒഴിഞ്ഞേക്കണമെന്ന് പറയാനുള്ള അഹങ്കാരം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. മേയറാണ് അതിന് മറുപടി പറയേണ്ടത്. മേയറിനും ഡെപ്യൂട്ടി മേയറും ഒക്കെ മറുപടി പറയണം. പറ്റുമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം അതിന് മറുപടി പറയാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ BJP നേതൃത്വമോ അല്ലെങ്കിൽ പുതിയ കൗൺസിലോ ഒക്കെ അറിഞ്ഞിട്ടാണ് ഇത് തീരുമാനമെന്ന് കരുതുന്നുണ്ടോ? അല്ല, അവർ BJP നേതൃത്വത്തിന് മുകളിലാണല്ലോ. അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. BJP നേതൃത്വമെല്ലാം തന്നെ അവർക്ക് താഴെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.